കല്യാണം കഴിക്കുമ്പോൾ പ്രവീൺ ആൻഡ് ഫാമിലിയെ വിളിക്കുമോ? മാരേജ് പ്ലാനൊക്കെ എന്താണെന്ന്. സത്യം പറഞ്ഞാൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ആയിരുന്നോ പണ്ടത്തെ പ്രഹസനങ്ങൾ? ഹേ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു Q&A വീഡിയോ ആണ് സുഹൃത്തുക്കളെ ചെയ്യുന്നത്. പതിപോലെ എൻ്റെ റൂമിൽ ഇരുന്നിട്ട് തന്നെയാണ് ഞാൻ Q&A ചെയ്യുന്നത്. അച്ഛനമ്മയില്ല, ഞാൻ മാത്രമേ ഉള്ളൂ Q&A ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനൊരു 2 ആഴ്ച മുന്നേ Q&Aക്ക് പോസ്റ്റ് ഇട്ടായിരുന്നു. അപ്പം ഏതാണ്ടൊരു 5500ഓളം കമൻറ്റ്സ് വന്നിട്ടുണ്ട്. അതിൽ എനിക്കൊന്ന് പകുതി മുക്കാലോളം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. എനിക്കൊന്ന് അതൊക്കെ മാത്രമേ ഉള്ളൂ എന്ന് തോന്നി ചോദിക്കാനായിട്ട്. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ നമ്മുടെ ചാനലിലെ ആദ്യത്തെ Q&A ആണ്. ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഏതാണ്ടൊരു എനിക്കൊന്നൊരു 5 മാസം അടുപ്പിച്ചാവുന്നുണ്ട്. അപ്പം ഇതുവരെയും Q&A കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് Q&A എടുക്കുന്ന ഒരു മര്യാദ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ സംസാരിച്ച് രസമാണ് Q&A എടുക്കാനായിട്ട്. ഇതിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ നോക്കുക, പറയുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാം. പേര്, സ്ഥലം, പിന്നെ ഫേവറേറ്റ് ഫുഡ്, ഫേവറേറ്റ് കളറ് അതെപ്പോഴും ഉള്ളത് അതൊക്കെ ചോദിക്കാം. ഹോബി അതൊക്കെ പറയാം കേട്ടോ. എൻ്റെ പേര് വന്നിട്ട് പ്രണവ് കൊച്ചു എന്നാണ്. യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ആ ഒരു പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഒറിജിനൽ നെയിം വന്നിട്ട് പ്രണവ് PB എന്നാണ്. P അച്ഛൻ്റെ പേര് പ്രദീപ്, B അമ്മയുടെ പേര് ബിന്ദു. സ്ഥലം വന്നിട്ട് കൊല്ലം ചടയമംഗലത്താണ്. ചടയമംഗലം അറിയാലോ, ഇവിടെ ജഡായു എർത്ത് സെൻറ്ററിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് എൻ്റെ വീട്. വയസ്സ് 25. ഈ ഏപ്രിൽ ആകുമ്പോൾ 25 വയസ്സ് പൂർത്തിയാവും. അയ്യോ, എത്ര പെട്ടെന്ന് വയസ്സൊക്കെ പോകണമെന്ന് അറിയാവോ? സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ആ ഒരു +2 ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ആ ഒരു ഇതിൽ നിൽക്കുകയാണ്. പെട്ടെന്നാണ് 20ആയി, 21ആയി, 22ആയി, ഇപ്പോൾ 25ആയി. പെട്ടെന്നാട്ടോ വയസ്സൊക്കെ പോണത്. 20 കയറി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അങ്ങ് വയസ്സ് പോവുക. എന്തുവാന്ന് അങ്ങനെയെന്ന് എനിക്കറിയത്തില്ല. ഫേവറേറ്റ് കളറല്ലേ? ബ്ലാക്ക്, വൈറ്റ്, ഇത് രണ്ടും ഇഷ്ടമാണ്. എല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഇനി അങ്ങോട്ട് ഹൊറിബിൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പറയാം. സെക്കൻഡ് ഡോഗ് വാങ്ങാൻ പ്ലാൻ ഉണ്ടോ? ഞാൻ ശരിക്കും ഒരു ഡോഗ് ലവറോ സംഭവമൊന്നും ആയിരുന്നില്ല. പക്ഷേ ഹാപ്പിയെ മേടിച്ചതിന് ശേഷം അവനുമായിട്ട് കൂടുതൽ അറ്റാച്ചായി. ഇപ്പോൾ ഹാപ്പി വീട്ടിലില്ലാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം വീട്ടിൽ ഒരാളില്ലാത്തൊരു ഫീൽ വരുമല്ലേ? അപ്പോൾ ഹാപ്പി എങ്ങോട്ടെങ്കിലും ഇപ്പോൾ ഒന്ന് കൊണ്ട് നിർത്തിയാലോ, അല്ലെങ്കിൽ നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് മൂത്തമ്മയുടെ വീട്ടിൽ അവിടെയൊക്കെ ആയിട്ട് ഞങ്ങളാക്കും. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഹാപ്പി ഇല്ല എന്നുള്ളൊരു ഫീൽ നമുക്ക് ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പം അവൻ്റെ പ്രസൻസ് നമ്മൾ അത്ര ഹാപ്പി ആക്കുന്നുണ്ട് ശരിക്കും. അപ്പം എനിക്കിപ്പം ഒരു ഡോഗിനെ മേടിക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഡോഗിനെ മേടിക്കണമെന്നില്ല, പക്ഷേ ഫ്യൂച്ചറിൽ ഡോഗിനെ മേടിക്കണം എന്നുണ്ട്. ഇവനെ പോലത്തെ ചെറിയ ഡോഗല്ല, കുറച്ചും കൂടെ ഒരു വലിയ ആരെങ്കിലും വന്നാൽ ഇങ്ങനെ കുരയൊക്കെ കുരച്ച് നിൽക്കുന്ന ടൈപ്പ് ഡോഗിനെ മേടിക്കണമെന്നുണ്ട്. മറ്റേ ജർമ്മൻ ഷിപ്പേഡോ അതുപോലത്തെ കുറച്ചും കൂടെ വലിയ ഡോഗ്, ഇവനെ പോലത്തെ കുട്ടി ഡോഗല്ല, വലിയ ഡോഗ്. ഇൻസ്റ്റഗ്രാമിൽ 630K+ ഫോളോവേഴ്സിൽ നിന്നും ഇപ്പോൾ 600K ആയി. ഇപ്പോൾ എന്തു തോന്നുന്നു? ഫോളോവേഴ്സ് കുറഞ്ഞ കണക്ക് തോന്നുന്നു. നിങ്ങൾക്കും അതല്ലേ തോന്നുക? കുറഞ്ഞു പോയി, ഭയങ്കരമായിട്ട് കുറഞ്ഞു. നെഗറ്റീവ് കമൻസൊക്കെ വായിക്കുമ്പോൾ സാഡ് ഓർ സ്കോണെന്ന് വെച്ചാൽ പുച്ഛമല്ലേ? നേരത്തെയൊക്കെ ഒരുമാതിരി തോന്നുമായിരുന്നു. ഇപ്പം കണ്ട് ശീലമായതുകൊണ്ട് ഇപ്പം അങ്ങനെ ഒന്നും തോന്നാറൊന്നുമില്ല. പറയുന്നവർ പറയും, നമ്മൾ നമ്മുടെ കാര്യം നോക്കി ചെയ്തുകൊണ്ടിരിക്കും. കല്യാണം കഴിക്കുമ്പോൾ പ്രവീൺ ആൻഡ് ഫാമിലിയെ വിളിക്കുമോ? അവൻ വിളിച്ചില്ലെങ്കിൽ വരുമെന്നല്ലേ പറഞ്ഞാൽ? വിളിക്കാനൊന്നും ഇരിക്കത്തില്ലല്ലോ, കല്യാണത്തിനൊക്കെ എല്ലാവരും വേണ്ടേ. പിന്നെ പെണ്ണ് കിട്ടുമെന്ന് നോക്കട്ടെ കേട്ടോ ആദ്യം, എന്നിട്ട് നോക്കാം കല്യാണം. 10th മാർക്ക്, 10th എനിക്ക് എത്ര മാർക്ക് ഉണ്ടായിരുന്നു? 6A+ഉം 3Aയോ 4Aയോ അങ്ങോട്ടുണ്ടായിരുന്നു. ഞാൻ മറന്നുപോയടേ. 6ആയിരുന്നോ 7ആയിരുന്നോ? പഴയ വീഡിയോ കാണുന്നവർക്കറിയാം, ഞാൻ മറന്നുപോയി. 6ഓ 7ഓ. അച്ഛൻ്റെ കാർ ഇപ്പോഴും ജീവനോടെ ഉണ്ടോയെന്ന്? അതുണ്ട് ഗൈസ്. അത് ആ ബാക്ക് സൈഡിലായിട്ട് ഇട്ടേക്കോട്ടെ. കാരണം കാർ ഷെഡിൽ കിടക്കത്തില്ല. കാരണം ഓൾറെഡി 2 വണ്ടി അതിനകത്ത് കിടപ്പുണ്ട്. അച്ഛൻ്റെ കാർ ഇടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അത് ബാക്ക് സൈഡിൽ അവിടെ കൊണ്ട് ഇട്ടേക്കാണ്. അതിൻ്റെ ടയർ എന്തോ പഞ്ചറായിട്ടുണ്ട്. അപ്പം അതൊന്ന് കൊണ്ടുപോയി റെഡിയാക്കി ഒന്ന് സെറ്റാക്കണം. ആരും ഇത് ഓടിക്കലില്ല, പക്ഷേ വേറെ കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. എടുക്കാണ്ടായി അങ്ങനെ അവിടെ കിടക്കുക. അത് കൊണ്ടുപോയി നന്നാക്കി എടുക്കണം. ജസ്റ്റ് ടയർ മാത്രമേ പഞ്ചറുള്ളൂ, അത് സെറ്റ് ചെയ്തെടുക്കണം. പ്രവീൺ ചേട്ടൻ്റെ കാറിൻ്റെ നമ്പർ പ്ലേറ്റ് വെച്ചോ? അതെനിക്ക് 600 രൂപ. സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയില്ലല്ലോ. ഗൈസ്, സിൽവർ പ്ലേ ബട്ടൻ്റെ കാര്യം അത് മിക്കവാറും ഉടനെ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അന്ന് ആ ഒരു പ്രശ്നം നടന്ന സമയത്താണ് എനിക്ക് ഈ പ്ലേ ബട്ടൻ്റെ സംഭവം അവർ വിളിക്കുന്നത്. നമ്മുടെ ഒരു KYC അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം ഒരു 24 hours. അപ്പോൾ അന്ന് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല ആ ഒരു ടൈമിൽ. അപ്പോൾ അങ്ങനെ അത് ക്യാൻസലായി പോയിട്ടുണ്ടായിരുന്നു. ഒരു ബാംഗ്ലൂർ എയർപോർട്ടിൽ കാർഗോയിൽ ഒന്ന് ഇരിപ്പുണ്ട് സാധനം. അപ്പം ഏതാണ്ട് ഒരു കുറച്ചാളൂടെ കഴിയുമ്പോൾ എൻ്റെ കൈ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ ബാക്കി KYC എല്ലാം ഞാൻ പിന്നീട് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഉടനെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. ശരിക്കും ഇപ്പോൾ ഏതാണ്ട് ഒരു 6 ലക്ഷം സബ് അടുപ്പിച്ചാവാറായി. 1 ലക്ഷത്തിൽ കിട്ടേണ്ട സാധനമാണ്. എനിക്കൊന്ന് ഇപ്പോഴത്തെ പ്ലേ ബട്ടൺ ഒത്തിരി വലുതല്ല, ചെറുതാക്കിയിട്ടുണ്ട്, ഭയങ്കര ചെറുതാക്കിയിട്ടുണ്ട്. ജിമ്മിൽ പോയതിന് ശേഷം വന്ന മാറ്റങ്ങൾ.
മെയിൻ മാറ്റം എന്ന് പറയുന്നത് വെയിറ്റ് തന്നെയാണ്. എനിക്ക് 60 കിലോ അടുപ്പിച്ചേ ഉള്ളായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് ഒരു 69-70 കിലോ അടുപ്പിച്ച് വെയിറ്റ് കൂടി. നല്ല രീതിക്ക് ഫുഡ് കഴിക്കും, പിന്നെ എന്നും വർക്കൗട്ടിനൊക്കെ പോകും. ഇപ്പോൾ 2 ദിവസമായിട്ട് അധികം അങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല, കാരണം വീഡിയോ എഡിറ്റിങ് ഇച്ചിരി കൂടുതലാണ്. വിഷുവിൻ്റെ ടൈം ആയിരുന്നില്ല, അപ്പം വീഡിയോ എടുക്കൽ എഡിറ്റിങ് 2 ദിവസം അടുപ്പിച്ച് വീഡിയോ പോയതുകൊണ്ട് 1-2 ദിവസം പോകാൻ പറ്റിയില്ല. അപ്പം ഫ്യൂച്ചർ കുറച്ച് പ്ലാനൊക്കെ ഉണ്ട് ഗൈസ്. നല്ലൊരു ബിസിനസ് എൻ്റെ ഒരു മനസ്സിലുണ്ട്. അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല എന്തുവാന്ന്. ഭാവിയിൽ അത് സാധിക്കട്ടെ. അമ്മ പറഞ്ഞിട്ടുണ്ട് ആഗ്രഹങ്ങൾ പുറത്ത് പറഞ്ഞാൽ ചിലപ്പോൾ അത് നടക്കൂല എന്നൊക്കെ. അത് എന്നെങ്കിലും നടക്കട്ടെ. നടക്കുമ്പോൾ ഞാൻ വന്ന് പറയും. പ്രവീൺ ചേട്ടൻ ഫോർച്യൂണർ വാങ്ങിച്ചതിൽ സന്തോഷമുണ്ടോയെന്ന്. പിന്നെ എനിക്ക് സന്തോഷമില്ലേ, കാരണം അവൻ്റെ ഒരു ഡ്രീമാണ് ഫോർച്യൂണർ മേടിക്കുക എന്നുള്ളത്. അപ്പം അത് അച്ചീവ് ചെയ്യുമ്പോൾ പിന്നെ ഭയങ്കര ഹാപ്പിയാണ്. ശരിക്കും അവൻ വണ്ടി കൊണ്ടിട്ട് ആദ്യം വീട്ടിൽ വന്നപ്പം എന്തോ മനസ്സ് നിറഞ്ഞു, കണ്ണ് നിറഞ്ഞു എന്ന് പറയുന്ന കണക്കാണ്. ശരിക്കും അച്ഛൻ്റെ കയ്യിൽ കീ വണ്ടി കൊടുത്തപ്പോഴായാലും ഫീലിംഗ് വെരി ഹാപ്പി ഗൈസ്. ഭയങ്കര ഹാപ്പി ആയിരുന്നു ശരിക്കും. ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്തു, അടിപൊളി വണ്ടിയാണ്. അപ്പം അവൻ്റെ ഡ്രീം അച്ചീവ് ചെയ്തതിൽ എനിക്ക് സന്തോഷമല്ലേ. അതെ, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആഫ്റ്റർ ഇഷ്യൂ അൻപുവിനെ കാണാൻ പോയോ? അന്ന് മരണ വീട്ടിൽ വെച്ചിട്ട് കണ്ടായിരുന്നു അമ്പുവിനെ. അന്ന് എടുക്കുകയൊക്കെ ചെയ്തു. പക്ഷേ എൻ്റെ കൈ ഇരുന്നിട്ട് ഞാൻ എടുത്തു, പക്ഷേ കൈ ഇരുന്നപ്പോൾ കരഞ്ഞു. അങ്ങനെ പിന്നെ അമ്മയുടെ കൊടുത്ത് അങ്ങ് പോയി. എനിക്ക് മെയിനായിട്ട് കുഞ്ഞുങ്ങളെ എടുക്കാനായിട്ട് എനിക്ക് അത്ര അറിയത്തില്ല, പിന്നെ പരിചയവും ഇല്ലല്ലോ. എൻ്റെ കയ്യിൽ ഇരുന്നിട്ട് എനിക്കൊന്നിപ്പോൾ വേറെ ആരുടെയും കയ്യിലോട്ട് അങ്ങനെ പോകത്തില്ല. അതുകൊണ്ട് ഇരുന്ന് കരഞ്ഞ്. മാരേജ് പ്ലാനൊക്കെ എന്താണെന്ന്. മാരേജ് പ്ലാന് ഉടനെ ഒന്നും ഇപ്പോഴൊന്നും കാണത്തില്ല. ശരിക്കും ഒന്ന് പൊങ്ങി നേരെ ഒരു ട്രാക്കിലായി വരുന്നതേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇപ്പം തന്നെ ഒരു കല്യാണം കഴിക്കാനുള്ള ഒരു സംഭവമൊന്നും എനിക്ക് തോന്നുന്നില്ല. കുറച്ചുകൂടെയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കല്യാണത്തെ പറ്റി ആലോചിക്കാം. ഇരുന്നിട്ടൊരു സുഖമില്ല കേട്ടോ ഇങ്ങനെ ഇരിക്കാം. സത്യം പറഞ്ഞാൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ആയിരുന്നോ പണ്ടത്തെ പ്രഹസനങ്ങൾ? ഗൈസ്, ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം. ഞാൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ അന്ന് ആ വീഡിയോ ഇട്ടെങ്കിൽ കൂടിയും, ഞാൻ ഒരു പ്രശ്നം പറഞ്ഞിട്ട് എൻ്റെ ആ ഒരു വീഡിയോ ഇട്ടെങ്കിൽ കൂടി ഞാൻ അതിൽ നിന്ന് 10ൻ്റെ പൈസ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ സ്ക്രീൻഷോട്ടോ സ്ക്രീൻ റെക്കോർഡോ ഞാൻ സൈഡിൽ വെക്കാം. അത് ഇനി ആര് വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാലും ഞാൻ അത് അംഗീകരിക്കത്തില്ല. കാരണം എനിക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് വേണമെങ്കിൽ അത് എത്രത്തോളം കണ്ടൻ്റ് ആക്കാൻ പറ്റുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ ഒരു സിറ്റുവേഷൻ യൂസ് ചെയ്ത് കണ്ടൻ്റ് ആക്കി പൈസ ഉണ്ടാക്കാനാണെങ്കിൽ എനിക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കാമായിരുന്നു, ഉള്ള കാര്യം ഞാൻ പറയാം. പക്ഷേ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് അങ്ങനത്തെ കാശ് എനിക്ക് വേണ്ട. ഇപ്പോൾ ജീവിക്കുന്ന ജീവിതത്തിൽ ഹാപ്പിയാണോ? അതെ, ഞാൻ ഹാപ്പിയാണ്. ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. ഒരു നോർമൽ ലൈഫിലോട്ട് പോകുന്നുണ്ട്. അഡ്ജസ്റ്റ് ആയി കേട്ടോ. ശരിക്കും ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വീട്ടിലെല്ലാവരും ഉണ്ടായിട്ട് ഇങ്ങനെ മാറിപ്പോകുമ്പോഴൊക്കെ ശരിക്കും നമുക്ക് ഈ ഒരു വീട്ടിൽ ഇരിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഓരോ ഓർമ്മകൾ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു സംഭവമൊക്കെ ഓവർകം ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രവീൺ ചേട്ടനെ മിസ് ചെയ്യാറുണ്ടോ? ഇപ്പോൾ സംസാരിക്കാറൊക്കെ ഉണ്ടല്ലോ, ഇപ്പം കുഴപ്പമില്ല, ഓക്കെയാണ്. പക്ഷെ നേരത്തെ ഉണ്ടായിരുന്നു. കാരണം സംസാരിക്കാണ്ട് ഇങ്ങനെ ഇരിക്കുമല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഞാൻ കുറച്ച് നേരം എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഓരോ കാര്യങ്ങൾ ഇങ്ങിരുന്ന് ആലോചിക്കും, ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കും. എനിക്ക് ഭയങ്കര മിസ്സിങ് ആണ് പ്രവീണിനെ, ഭയങ്കര മിസ്സിങ് ആണ്. അത് ഒത്തിരി മിസ് ചെയ്യും. ഇഷ്ടപ്പെട്ട ഫുഡ്? ബിരിയാണി, മന്തി, പിന്നെ അപ്പം മുട്ടക്കറി, അപ്പം ചപ്പാത്തി, പുട്ടും കടല. ഇഷ്ടപ്പെട്ട പ്ലേസ്? ന്യൂസിലൻഡിലൊക്കെ പോകണമെന്നുണ്ട്. അവിടെ പോയിട്ട് ഒരു ഹണ്ടിങ് ഒക്കെ നടത്തി ഒരു മാനയൊക്കെ പിടിച്ച് വെടിവെച്ച് അവിടെ വെച്ച് തന്നെ ചുട്ട് തിന്ന്. ന്യൂസിലൻഡ്. ബിഗ് ബോസിൽ പോകുന്നുണ്ടെന്ന് കേട്ടു. ഞാൻ അറിഞ്ഞില്ല, സത്യമായിട്ട് ഞാൻ ബിഗ് ബോസിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. എല്ലാവരും പറഞ്ഞു ഞാൻ ബിഗ് ബോസിലുണ്ടെന്ന്. എനിക്ക് അറിഞ്ഞുകൂടാ. എന്നെ ഇതുവരെ കോൺടാക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. എല്ലാവരും പറയുന്നത് ഞാൻ ബിഗ് ബോസിൽ ഉണ്ടെന്ന്. അപ്പോഴാണ് ഞാനും പറഞ്ഞത് ഞാൻ ബിഗ് ബോസിൽ ഉണ്ടെന്ന്. എന്നെ കോൺടാക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല കേസ്, എനിക്കറിയില്ല. യുവർ ഗേൾ ഫ്രണ്ട് നെയിം? എനിക്ക് ഗേൾ ഫ്രണ്ട് ഇല്ല, സത്യമായിട്ടും ഇല്ല. എനിക്കിത് പറയുമ്പോൾ എനിക്ക് ചിരി വരും കേട്ടോ, പക്ഷേ എനിക്കില്ല, സത്യമായിട്ടും ഇല്ലാത്തതുകൊണ്ടാട്ടോ. ഇല്ല, എന്തെങ്കിലും ഉണ്ടാവും. ഞാൻ സത്യമായിട്ടും ഗേൾ ഫ്രണ്ട് വരുമ്പോൾ ഞാൻ വന്ന് പറയും. പ്രവീൺ ചേട്ടൻ്റെ വീട്ടിൽ പിന്നെ പോയിരുന്നോ? പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം ആ ഒരു മരണം കഴിഞ്ഞ സമയത്ത് ഒരു ദിവസം ഞാനും അമ്മയും കൂടെ പോയായിരുന്നു വീട്ടിൽ. ഞാനന്ന് പാലയാച്ചിന് പോയിട്ട് ഞാൻ അങ്ങനെ വീടൊന്നും അധികം കണ്ടൊന്നുമില്ലായിരുന്നു. ഞാൻ ഹാളിൽ ജസ്റ്റ് നിന്നിട്ട് അമ്പൂട്ടനെയൊക്കെ എടുത്തിട്ട് ഒന്ന് ഇതാക്കിയിട്ട് ഞാൻ വന്നേ ഉള്ളൂ. മെയിനായിട്ട് ഞാൻ അന്ന് പാലയാച്ചിന് പോയത് അമ്പൂട്ടനെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. കാരണം എന്ന് വെച്ചാൽ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടതല്ലേ, പിന്നെ ഞാൻ കണ്ടിട്ടില്ല അമ്പൂട്ടനെ എടുക്കാൻ വേണ്ടിയിട്ട്. അന്നപ്പം വീടൊന്നും മെയിനായിട്ട് കാണാൻ പറ്റിയില്ല. പിന്നീട് ഞാനും അമ്മയും കൂടെ ഒരു ദിവസം പോയായിരുന്നു, വീടൊക്കെ കണ്ടു കേട്ടോ. ഡു യു ഹാവ് എനി ഗേൾ ഫ്രണ്ട്? ഇല്ല, സത്യമായിട്ടും ഇല്ല. അമ്പുവിനെ കാണാൻ ആഗ്രഹമുണ്ടോ? കുഞ്ഞിനെ കാണാൻ ആഗ്രഹമില്ലാത്തത് ആരാ ഗൈസ്? ഒത്തിരി ആഗ്രഹമുണ്ട്. മേ ബി ചിലപ്പം എന്നെക്കാട്ടിയും ഏറ്റവും കൂടുതൽ അമ്മയ്ക്കാണ് കുഞ്ഞിനെ കാണണമെന്നുള്ള ആഗ്രഹം. എൻ്റെ വീട്ടിലെ ആദ്യത്തെ
കുഞ്ഞാണ് അമ്പു. അപ്പം അവനെ നേരെ ഒന്ന് എടുക്കാനോ ഒന്ന് താലോലിക്കാനോ ഒന്നിനും അമ്മയ്ക്ക് പറ്റിയിട്ടില്ല. അമ്മ മിക്കപ്പോഴും വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് അമ്മ ഇങ്ങനെ ഇരുന്ന് ഓരോന്നിങ്ങനെ അവൻ്റെ വീഡിയോയും കളിയും ചിരിയൊക്കെ കണ്ടിരിക്കുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വിഷമമാണ്, ഭയങ്കര സങ്കടമാണ് അമ്മയ്ക്ക്. മിക്ക ദിവസവും അമ്മ കരഞ്ഞിട്ടാണ് കിടന്നുറങ്ങുന്നത്. മരണം നടന്ന സമയത്ത് അവിടെ പോയപ്പം അമ്മ അവനെ എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു. അമ്മയ്ക്ക് എടുത്തുകൊണ്ട് നടക്കും അമ്മ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പ്രശ്നങ്ങളൊന്നും വേണ്ട, എല്ലാം വിട്ടു, ഇനി അതൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല ഗൈസ്. കാരണം കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് പറഞ്ഞ് മാറ്റാനേ പറ്റൂ. എത്രയായാലും എനിക്കെൻ്റെ കുടുംബം തന്നെയാണ് ഏറ്റവും വലുത്. ഫേവറേറ്റ് യൂട്യൂബ് ചാനൽ പ്രണവ് കൊച്ചു. നിങ്ങൾ കാണുന്ന ഈ ചാനൽ കേട്ടോ, അത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമുക്ക് പെട്ടെന്ന് 6 ലക്ഷം സബ്ബൊക്കെ അടിക്കണം. ഗോൾഡൻ പ്ലേ ബട്ടനൊക്കെ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ എല്ലാവരും കൂടെ സഹായിക്കുവാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. വാട്ട് ടൈപ്പ് ഓഫ് ഗേൾ യു വാണ്ട് ടു മാരി? എൻ്റെ ഒരു വൈബിനൊക്കെ പറ്റുന്ന ഒരാളായിരിക്കണം. അത്യാവശ്യം ഡാൻസ് കളിക്കാനൊക്കെ അറിയില്ല. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, അത് തന്നെ ഇപ്പോഴും പറയുന്നത്. ഇതുവരെ കിട്ടിയിട്ടില്ല, അതാണ് മെയിൻ കോമഡി. എന്തെങ്കിലും ഒരു Q&A ഇട്ടാൽ ചോദിക്കണം എന്ന് ആഗ്രഹിച്ച ചോദ്യമാണ്. വീണ്ടും പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്നതല്ല. ഹൗ ഡിഡ് യു ഓവർകം ദോസ് ഡേയ്സ്? ശരിക്കും ഒരു 24 വയസ്സുള്ള ചേട്ടന് നേരിടേണ്ടി വരുന്ന സൈബർ അറ്റാക്ക് ആൻഡ് ബുള്ളിങ് ചെറുതായിരുന്നില്ല. ഒരേ സമയം ചേട്ടന് സ്വന്തം കാര്യവും ഒപ്പം തന്നെ അച്ഛനെയും അമ്മയെയും സപ്പോർട്ട് ചെയ്ത് അവരെയും ഒരു മോശം അവസ്ഥയിലേക്ക് വിടാതെ അവരുടെ കൂടെ നിന്നു. പലതരത്തിലുള്ള ആൾക്കാരുണ്ട് ഗൈസ്. ഇപ്പം ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ ഓക്കെ ഇതെല്ലാം നിർത്തിയിട്ട് മരിക്കാം എന്ന് തീരുമാനിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഞാൻ അങ്ങനല്ല. എനിക്ക് ആ അവസ്ഥയിൽ നിന്ന് എങ്ങനെയെങ്കിലും കരകയറിയേ പറ്റും. ചത്ത് കളയാം, ഇനി മതിയാക്കി എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകത്തില്ല. എനിക്കൊരു ലൈഫുള്ളൂ. എനിക്ക് 24 വയസ്സേ ആയിട്ടുള്ളൂ. എൻ്റെ ലൈഫ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, തുടങ്ങിയിട്ടേ ഉള്ളൂ എൻ്റെ ലൈഫ്. അപ്പോൾ ഞാൻ അത് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എൻഡ് ചെയ്താൽ എങ്ങനെ ശരിയാവും? ഞാൻ അങ്ങനെ ചെയ്താൽ ഏറ്റവും വിഷമിക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയായിരിക്കും. എനിക്ക് അവരെ മുഖം ആലോചിക്കുമ്പോൾ എനിക്ക് ഒരിക്കലും അത് ചെയ്യാൻ തോന്നത്തില്ല. ഞാൻ ഒരിക്കലും ചെയ്യത്തില്ല. ഇനി ആയാലും ഇതിനെക്കാട്ടി മോശം അവസ്ഥ ഉണ്ടാവും പോകുന്നതെന്ന് എനിക്കറിയില്ല. ഒരിക്കലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഞാൻ ഇനിയും അതുപോലൊരു അവസ്ഥയിൽ പോവുകയാണെങ്കിലും ഞാൻ കയറി വരും. അതിനുള്ളൊരു വിൽ പവർ സംഭവമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ഞാൻ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് കേസ്. പണ്ടത്തെ പോലെ ഒന്നുമല്ല, ഞാൻ കുറേ മാറി. അവരെ ഒന്ന് ഓക്കെ ആക്കി എടുക്കുക എന്നുള്ളതായിരുന്നു മെയിൻ ടാസ്ക്. പിന്നത്തെ ആദ്യം ചെയ്ത് ഹാപ്പി മേടിച്ചു. അമ്മ കുറേ ടൈം ഇപ്പം അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യും. അവൻ്റെ കളിയും ചിരിയും, അവനെ കുളിപ്പിക്കും, അവനെ ഗ്രൂമിങ്ങിന് കൊണ്ടുപോകാനായാലും അങ്ങനെ ആയപ്പോൾ അവനായിട്ട് കൂടുതൽ അറ്റാച്ച് ആയപ്പോഴത്തേന് അമ്മ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നില്ല. കുറച്ചും കൂടെയൊക്കെ ഒന്ന് ഹാപ്പി ആയി കിട്ടി അമ്മ. അത് ഞാൻ എടുത്ത ഏറ്റവും നല്ലൊരു തീരുമാനമായിട്ട് തോന്നുന്നുണ്ട്, ഹാപ്പി മേടിച്ചത്. എൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഞാൻ ആ സിറ്റുവേഷനിൽ എനിക്ക് ഉറക്കമില്ലായിരുന്നു. മെയിനായിട്ട് എനിക്ക് ഉറങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അതിന് ഞാൻ ചെയ്ത പരിപാടി റീഡിങ്, പുസ്തകം വായിക്കാൻ തുടങ്ങിയത്. എനിക്ക് തീരെ ഉറക്കാൻ പറ്റത്തില്ല. ഞാൻ 3-4 ദിവസമൊക്കെ ഞാൻ ഇങ്ങനെ ഉറങ്ങാണ്ട് ഇങ്ങനെ ഇരുന്ന ടൈമുകളുണ്ട്. ഉറങ്ങാൻ പറ്റില്ല. ഉറങ്ങി എങ്ങാനും ഒരു അരമണിക്കൂർ അങ്ങനെ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാലും പെട്ടെന്ന് നെഞ്ചിടിപ്പ് ഒരു അത് വല്ലാത്തൊരവസ്ഥ. അത് ഫീൽ ചെയ്തവർക്ക് അത് മനസ്സിലാകത്തുള്ളൂ. ഒരു ടെൻഷൻ സംഭവമുണ്ട്. ഉറങ്ങാനായിട്ട് ഞാൻ ചെയ്തത് മെയിനായിട്ട് പുസ്തകം വായന. എനിക്കത് പണ്ടേ ഉള്ളതാണ്. പുസ്തകമൊക്കെ എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഉറക്കം വരും. പഠിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലല്ലോ, അപ്പോൾ നമുക്ക് ഉറക്കം വരും. എനിക്കൊന്ന് ആ പ്രശ്നം കഴിഞ്ഞിട്ട് കുറച്ചാൾ കഴിഞ്ഞപ്പോഴേ ഞാൻ വ്ളോഗ് തുടങ്ങി. എനിക്ക് എൻഗേജ് ആയേ പറ്റുള്ളൂ. എന്തെങ്കിലും കാര്യങ്ങളിൽ തിരക്കായിട്ടിരുന്നാലേ നമ്മൾ ഓവർ തിങ്ക് ചെയ്യാതിരിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കറിയാം ഞാൻ വ്ളോഗിൻ്റെ ഒരു രീതിയിൽ പൊക്കോളും. ആ വ്ളോഗ് ഷൂട്ട് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, അത് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ പിന്നെ ഞാൻ ആൾക്കാർ പറയുന്നത് എൻ്റെ പൂരത്തെറിയായിരുന്നു. പൂരത്തെറിയെന്ന് വെച്ചാൽ പൂരത്തെറി ഓക്കെ, എന്തെങ്കിലും ആവട്ടെ പറയട്ടെ എന്ന് വെച്ചിട്ട് എൻ്റെ റിലീഫാണ് ശരിക്കും ഞാൻ നോക്കിയത് വ്ളോഗിൽ. ആൾക്കാരെന്തെങ്കിലും പറയട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ വ്ളോഗ്സ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ആ ടൈമിൽ എന്നെ സപ്പോർട്ട് ചെയ്ത കുറച്ച് പേരുണ്ട്, കുറച്ച് സബ്സ്ക്രൈബേഴ്സ്, എന്നെ അറിയാവുന്ന, ഞാൻ അങ്ങനൊന്നും അല്ല എന്ന് മനസ്സിലാക്കുന്ന കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് എൻ്റെ ഹെൽത്ത് ഫുള്ളി പോയിട്ടുണ്ടായിരുന്നു കേസ്. എനിക്ക് ഏതാണ്ട് 59 കിലോയൊക്കെ ഞാൻ ആയിട്ടുണ്ടായിരുന്നു. ഒരു വക കഴിക്കാണ്ട് ഇങ്ങനെ നടക്കും, രാവിലെ തൊട്ട് രാത്രി വരെ ചിന്തിച്ച് ആലോചിച്ച് ഭ്രാന്ത് പിടിച്ച് ഇങ്ങനെ നടക്കും. ആ ടൈമിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വന്ന വ്യക്തി ശ്രീതു തന്നെയാണ്. ശ്രീതു എല്ലാവരും ചോദിക്കുന്നുണ്ട് ശ്രീതു ആരാണ് എന്താണ് എന്നൊക്കെ. ശ്രീതു എൻ്റെ ഫ്രണ്ടാണ്. ഞങ്ങളൊരു 6-7 വർഷമായിട്ടുള്ള പരിചയമാണ്. ശ്രീതു ശരിക്കും എൻ്റെ ഫ്രണ്ടല്ല, പ്രവീണിൻ്റെ ഫ്രണ്ടാണ്. അവൻ്റെ കൂടെ പഠിച്ചതാണ്. എനിക്കൊരു സപ്പോർട്ടിന് ശ്രീതു ഉണ്ടായിരുന്നു. എൻ്റെ വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ശ്രീതു മാത്രമേ ഉള്ളായിരുന്നു ശരിക്കും. എനിക്കിപ്പം അച്ഛൻ്റെ അടുത്തോ അമ്മയുടെ അടുത്തോ പോയിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അവരെങ്ങനെയെങ്കിലും ഒന്ന് ഓക്കെ ആയി റെഡിയായിട്ട് വരുമായിരിക്കും. അപ്പം ഞാൻ എൻ്റെ ദുഃഖങ്ങളും എൻ്റെ വിഷമം എനിക്കൊരിക്കലും അവരുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ ശ്രീതുവിൻ്റെ അടുത്ത്. എൻ്റെ ആ ഒരു ടൈമിൽ എൻ്റെ കൂടെ നിന്ന ആൾക്കാരൊന്നും ഞാൻ ഒരിക്കലും മറക്കൂല.
ഒരുപാട് ആൾക്കാരെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ആ ടൈമിൽ. അതും ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയ കേസ് എനിക്ക് ഈ ഒരു പ്രശ്നത്തിൽ. ആരൊക്കെ എൻ്റെ കൂടെ കാണുമെന്നൊക്കെ എനിക്കെല്ലാം മനസ്സിലായി. ഒരുപാട് പാഠം പഠിച്ച് ലൈഫ് ലെസണൊക്കെ ഇങ്ങനെ കിട്ടിയെന്ന് പറയൂലേ, ആ ഒരു സംഭവമായിരുന്നു. എല്ലാം പഠിച്ച് എന്നെ എങ്ങോട്ടും വിടാനായിട്ട് ശ്രീതു സമ്മതിക്കത്തില്ലായിരുന്നു. എപ്പോഴും എൻ്റെ കൂടെ കാണും, എന്നെ വിട്ട് എങ്ങും പോകത്തില്ല. ആ ടൈമിൽ എന്നെ കൂടെ കൊണ്ട് നടക്കുമായിരുന്നു. ഇല്ല പിള്ളേരെ കൊണ്ട് നടക്കൂലേ, അതുപോലെ കൊണ്ട് നടക്കുമായിരുന്നു ശ്രീതു. കാരണം ഞാൻ അത്രയും വീക്കാണെന്ന് അറിയാം. പിന്നെ അച്ഛനും അമ്മയായാലും ഭയങ്കര പേടിയായിരുന്നു, ഞാൻ വല്ലതും ചെയ്യുമോ എന്നുള്ള പേടിയായിരുന്നു. അപ്പോൾ അമ്മയൊക്കെ സത്യം പറഞ്ഞാൽ എൻ്റെ കൂടെ ഒന്ന് കിടക്കും. എത്രയോ നാൾ അമ്മ എൻ്റെ കൂടെ ആയിരുന്നു കിടക്കുന്നത്. ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്ന് പേടിച്ചിട്ട് എന്തൊരു തേങ്ങ വന്നാലും നമ്മൾ സൂയിസൈഡ് ചെയ്യാൻ പോകരുത്. അത് സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു ഒളിച്ചോട്ടമാണ്. നമ്മൾ മടുത്ത് നമ്മളെ കൊണ്ട് പറ്റൂല എന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മൾ സൂയിസൈഡ് ചെയ്യാൻ പോകണേ. ശരിക്കും നമ്മളെ കൊണ്ട് പറ്റാതായിട്ടൊന്നുമില്ല. ഏത് സിറ്റുവേഷനും നമ്മളെ കൊണ്ട് ഫേസ് ചെയ്യാൻ പറ്റും. ഞാൻ ഒരു കൗൺസിലിങ്ങിനും ഒന്നിനും പോയിട്ടില്ല. എനിക്ക് എൻ്റെ മൈൻഡ് നല്ല രീതിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നൊരു തോട്ട് എനിക്കുണ്ട്. പല സമയത്തും അണഞ്ഞു പോവും, നമ്മൾ എത്ര ശ്രമിച്ചാലും അണഞ്ഞു പോവും. എന്നാലും സ്വന്തമായിട്ട് നമ്മുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ, വേറെ ആരുടെയും സഹായം ഇല്ലാണ്ട് നമുക്കത് പറ്റുമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ഏത് സിറ്റുവേഷൻ വന്നാലും നമ്മൾ പുഷ്പം കണക്ക് ഫേസ് ചെയ്യും. ഞാനിപ്പം കുറേ പഠിച്ച്. എന്തായാലും പ്രവീൺ ചേട്ടനോട് ദേഷ്യമുണ്ടോ ഇപ്പോഴും? കാലൊന്ന് താത്തിലിട്ട് ഗൈസ്, കാലുവേന എടുക്കണം. പ്രവീൺ ചേട്ടനോട് ദേഷ്യമുണ്ടോ ഇപ്പോഴും? ഇല്ല ഗൈസ്, ഇപ്പം എനിക്ക് ദേഷ്യമൊന്നുമില്ല, അതൊക്കെ വിട്ടു. വാശിയും ദേഷ്യമൊന്നും വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. എന്നായാലും നമ്മളൊക്കെ തീരും. ആ സമയത്ത് വാശിയും ദേഷ്യമൊക്കെ കൊണ്ടിരുന്നാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. നല്ല സമയം പോവും. ദേഷ്യം വാശിയൊക്കെ കൊണ്ടിരുന്നാൽ നാളെ ഒരു സമയത്ത് നമ്മൾ അത് ആലോചിച്ച് റിഗ്രറ്റ് ചെയ്യും. അപ്പോൾ അതിന് ഇടവരുത്താണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർക്കുക. അപ്പോൾ ഒരു പാരൻ്റ് ആയപ്പോഴാണ് ഒത്തിരി കാര്യങ്ങൾ അവൻ അറിയാൻ തുടങ്ങിയത്. കാരണം ഒരു അച്ഛൻ്റെ അമ്മയുടെ വിഷമം എന്താണ്, ദുഃഖം എന്താണെന്നൊക്കെ ഒത്തിരി അവൻ മനസ്സിലാക്കുന്നുണ്ടതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരു കുഞ്ഞിനെ വളർത്തുക, ഇത്ര ഒരു നിലയിലാക്കുക എന്ന് പറയുന്ന ഒരു ഈസി ആയിട്ടുള്ളൊരു സംഭവമല്ല. എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്, അവൻ മനസ്സിലാക്കുന്നു എന്നുള്ളത്. കൊച്ചുചേട്ടനല്ലേ അൻപ് എന്ന് പേരിട്ടത്? പേരിടാനുള്ള കാരണം എന്താണ്? ആ പേര് എവിടെ നിന്ന് കിട്ടിയെന്ന്? അൻപ് എന്നുള്ള പേര് പറഞ്ഞ ഞാനാ. ഞങ്ങൾ എവിടെ ട്രാവൽ ചെയ്തിരുന്ന സമയത്താണെന്ന് തോന്നുന്നു, ഇങ്ങനെ കുഞ്ഞിൻ്റെ പേരിൻ്റെ കാര്യം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞത്. ഞാൻ കുറേ ഇങ്ങനെ ആലോചിച്ചിട്ട് ഒരു പേര് പറഞ്ഞതാണ് അൻപെന്ന്. അപ്പോൾ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആ പേര്. അൻപെന്ന് പറയുമ്പം തമിഴ് വേർഡാണല്ലോ. അൻപെന്ന് പറയുമ്പം സ്നേഹം, ലവ്, കാതൽ, പ്യാർ എന്നൊക്കെ പറയും. സ്നേഹം എന്നാണ് അൻപിൻ്റെ അർത്ഥം. അവൻ്റെ ചിരിയിലുണ്ട് അവൻ്റെ സ്നേഹം ശരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് ക്വസ്റ്റ്യൻസൊക്കെ. ബാക്കിയെല്ലാം റിപ്പീറ്റഡ് ആണ്, ചോദിച്ചത് തന്നെ പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഫുള്ള്. നിലവിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഇനി അമ്പുവിനെ കാണാനായിട്ട് വീട്ടിൽ പോകണം, അമ്പൂട്ടനെ കാണണം. ഒരു ലൈഫല്ലേ ഉള്ളൂ ഗൈസ്. എൻ്റെ അമ്മയൊക്കെ ശരിക്കും അമ്പൂട്ടനെ എടുക്കാനും കാണാനൊക്കെ വേണ്ടിയിട്ട് ഒത്തിരി ആഗ്രഹിക്കും അമ്മയൊക്കെ. മിക്ക ദിവസങ്ങളിലും ഞാൻ പറഞ്ഞല്ലോ, മിക്ക ദിവസങ്ങളിലും അമ്പുവിൻ്റെ വീഡിയോ ഇരുന്ന് അമ്മ ഇരുന്ന് കാണും. അവൻ്റെ കളിയും ചിരിയൊക്കെ ഇരുന്ന് നിങ്ങൾ ഫോണിൽ കാണുമ്പോൾ എൻ്റെ അമ്മ ഇരുന്ന് കാണും. അമ്മയ്ക്ക് സങ്കടം വരും, അമ്മ കരയും. എത്ര നാളിങ്ങനെ പോകാനാ? എല്ലാവരും വീട്ടിൽ പ്രശ്നങ്ങളും വഴക്കും ഒക്കെ ഉണ്ട്. അതൊക്കെ പറഞ്ഞ് തീർക്കുക, എല്ലാവരുമായിട്ട് ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോകുക ഗൈസ്. എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പം ഈ ഒരു Q&A വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ബാക്കിയെല്ലാം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസൊക്കെയാണ്. മാക്സിമം ക്വസ്റ്റ്യൻസിനൊക്കെ റിപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ബൈ.